ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. കൊണ്ടോട്ടിയിൽ കലാജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഫോക്ക് ആർട്സ് കൾച്ചറൽ ഫോറം കാളോത്ത് AMLP സ്കൂളിൽ സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോയമ്പത്തൂർ അരവിന്ദ് ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ച് നടന്ന ക്യാമ്പ് കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഹീർ ഉദ്ഘാടനം ചെയ്തു. കൊണ്ടോട്ടിയിൽ കലാജീവകാരുണ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന ഫോക്ക് ആർട്സ് കൾച്ചറൽ ഫോറം കാളോത്ത് AMLP സ്കൂളിൽ വെച്ചാണ് കോയമ്പത്തൂർ അരവിന്ദ് ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഹീർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മുജീബ് പാടൂർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റഹീന കൊളത്തര, മൊയ്തീൻകുട്ടി തിരുനാവായ, സക്കരിയ പള്ളിക്കണ്ടി, റംല കൊടവണ്ടി, ഫാത്തിമ വടക്കേക്കര തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്നിവിടെ അരവിന്ദ് കണ്ണാശുപത്രിയും ഫോക്ക് ആർട്സ് കൾച്ചറൽ ഫോറവും സംയുക്തമായിട്ട് നേത്ര രോഗനിർണയ ക്യാമ്പാണ് നടക്കുന്നത്. ഇതിൽ ഇന്ന് കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും പരിശോധിക്കുകയും അതിനുള്ള ചികിത്സകൾ അരവിന്ദ് കണ്ണാശുപത്രി നൽകുകയും ചെയ്യുകയാണ്. അതിലിപ്പോൾ നമ്മൾ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്, ഗ്ലൂക്കോമ, അതുപോലെ തന്നെ കണ്ണുമായി ബന്ധപ്പെട്ട പല രോഗങ്ങൾ, കാഴ്ചക്കുറവ്, ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇന്ന് ഇവിടെ പരിശോധിക്കപ്പെടുന്നുണ്ട്. ഫോക്ക് ആർട്സ് കൾച്ചറൽ ഫോറം എന്ന് പറയുന്നത് കലാസേവന രംഗത്ത് പുതുതലമുറക്ക് വഴികാട്ടിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സേവന രംഗത്ത് സ്തുത്യർഹമായ ഒരുപാട് കാര്യങ്ങൾ ഫോക്ക് ആർട്സ് കൾച്ചറൽ ഫോറം ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. 150ഓളം നിർധനരായവർക്ക് രോഗനിർണയം സാധ്യമാക്കിയ ക്യാമ്പിൽ സൗജന്യ തുടർ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള അവസരമൊരുക്കിയതായും സംഘാടകർ പറഞ്ഞു. തുടർന്ന് സംഘടിപ്പിച്ച ജനറൽ ബോഡിയിൽ മുജീബ് പാടൂർ പ്രസിഡന്റായും റഹീന കൊളത്തറ ജനറൽ സെക്രട്ടറിയായും മൊയ്തീൻകുട്ടി തിരുനാവായ ട്രഷററായും പുതിയ കമ്മിറ്റി രൂപീകരിച്ചു.